ആഹാ, ഒരു അടിപൊളി ഐഡിയ, നമുക്കിത് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ഫീല് നമുക്ക് എപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്? ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുമ്പോഴായിരിക്കും, ചിലപ്പോഴൊക്കെ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴായിരിക്കും. നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് അയാൾ നമ്മൾ കാണാത്ത മറ്റൊരു ആംഗിളിലൂടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ചില പുതിയ ഇൻസൈറ്റുകൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അത്രേ. രണ്ട് മൈൻഡുകൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അവിടെ ഒരു തേർഡ് മൈൻഡ്, ഒരു സൂപ്പർ മൈൻഡ്, ഒരു സിനർജി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പുതിയ ചില ഐഡിയകൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരു മനുഷ്യനോട് എന്നതിന് പകരം നമ്മുടെ ഹ്യൂമൻ ബയോളജിക്കൽ ബ്രെയിനും മറ്റൊരു സിന്തറ്റിക് ബ്രെയിൻ അല്ലെങ്കിൽ ഒരു AI എന്ന് കാണുന്ന ജെമിനി, ChatGPT പോലൊരു ടൂൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ നമ്മുടെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് പാർട്ണറായിട്ടോ അല്ലെങ്കിൽ തിങ്കിങ് പാർട്ണറായിട്ടോ മറ്റേ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഇതിനോട് ആക്ട് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസുകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ വാല്യൂസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാം. അതിന് തിരിച്ചും കിട്ട് വലിയ ചില ഡാറ്റയ്ക്ക് അകത്ത് കിട്ടുന്ന ചില പാറ്റേണുകളായിട്ടും പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന ചില ഫാക്റ്റുകളായിട്ടും ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള നോളജുകളൊക്കെ ക്യൂറേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടും പല മോഡലുകളൊക്കെ ഇങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ആ നേരത്തെ പറഞ്ഞ ബൾബ് ഓൺ മൊമെന്റ് ഭയങ്കര വലുതായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നല്ലൊരു ഐഡിയ നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമുക്ക് ഇത് മൂന്നും വേണം എന്നുള്ളതാണ്. നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കേണ്ടി വരും, മറ്റു ആളുകളോട് ഇന്ററാക്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസും അവരുടെ യൂണിവേഴ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങേണ്ടി വരും. മറ്റൊന്ന് AI പോലുള്ള പുതിയ വലിയ ടൂളുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് മെനഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ സൂപ്പർ മൈൻഡ് അവിടെ പ്രവർത്തിച്ച് അവിടെ നമുക്ക് പുതിയ ഐഡിയകൾ നമുക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ ഈ ഫ്രീ വേർഷനൊക്കെ പതുക്കെ ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷം പതിയെ അത് പെയ്ഡ് വേർഷനിലേക്ക് വലിയ AI ബ്രെയിനുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക. അവിടെ നമുക്ക് വലിയ ചില ഇൻസൈറ്റ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുള്ള ഐഡിയ ഷെയർ ചെയ്തുകൊണ്ട് സീ യു ദി നെക്സ്റ്റ് വീഡിയോ.